ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 എപ്പിസോഡ് 3 റീക്യാപ്പ് ആണ്. എപ്പിസോഡ് 1 and 2 ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുമല്ലോ. നമുക്ക് എത്രയും വേഗം എപ്പിസോഡ് 3ലേക്ക് പോവാം. കമോൺ. സോ ചാപ്റ്റർ 3 ദ ടേൺബൌട്ട് ട്രാപ്പ് എന്ന തേർഡ് എപ്പിസോഡ് തുടങ്ങുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ 11ഉം ഹോപ്പറും ചെന്നെത്തി നിൽക്കുന്ന അപ്സൈഡ് ഡൗണിലെ ആ മാസീവ് വാളിന് മുന്നിൽ നിന്നാണ്. അവർ അതിൽ കത്തികൊണ്ട് കുത്തിയും മുറിച്ചും 11ന്റെ തന്നെ പവേഴ്സ് ഉപയോഗിച്ചൊക്കെ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നെങ്കിലും ഒന്നും തന്നെ വർക്ക് ആകുന്ന മട്ടില്ല. അവർ നിരാശരായി ഒരു സൊല്യൂഷൻ ആലോചിക്കുന്നതിനിടെ പെട്ടെന്ന് അകലെ നിന്ന് നോയ്സസ് കേൾക്കുകയും മിലിറ്ററി തങ്ങളുടെ ലൊക്കേഷൻ മനസ്സിലാക്കി അടുത്തേക്ക് വരികയാണെന്ന് തിരിച്ചറിയുന്നു. ഇതോടൊപ്പം ഒരു സ്ട്രേഞ്ച് ഫിനോമിനൻ കൂടെ സംഭവിക്കുന്നു. മിലിറ്ററി വെഹിക്കിൾസിലെ ഒരു ഡിവൈസിൽ നിന്നും അൾട്രാസോണിക് വേവ്സ് പോലുള്ള തരംഗങ്ങൾ വരികയും 11നെ അവളുടെ പവേഴ്സ് ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയുകയും അവൾക്ക് അതികഠിനമായ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഒരു പോയിന്റിൽ സീൻ റിയൽ വേൾഡിലേക്ക് ഷിഫ്റ്റ് ആവുന്നിടത്ത് വില്ലിനെയും റോബിനെയും തിരയുന്ന ജോയ്സിനെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. വഴിയിൽ അവർ കണ്ടുമുട്ടുന്നു. അപകടത്തിൽ ചെന്ന് ചാടാൻ തുനിയുന്നതിന് ജോയ്സ് വീണ്ടും വഴക്ക് പറയാൻ തുടങ്ങുമ്പോൾ ഇത്തവണ പക്ഷേ വില്ലിന് ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അവൻ ശക്തമായി തന്നെ പ്രതികരിക്കുകയും ജോയ്സിന്റെ പ്ലാൻസ് പോലെ ഫ്ലോപ്പ് ആയിരുന്നില്ല തന്റേതെന്നും തന്റെ പ്ലാൻ ഒന്നുമില്ലെങ്കിലും ആവശ്യമുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നും അവൻ തിരിച്ചടിക്കുന്നു. ഇത് ജോയ്സിനെ സൈലന്റ് ആക്കുകയും പിന്നീട് എല്ലാവരും ശാന്തരാവുകയും ചെയ്ത ശേഷം അവർ വിൽ മനസ്സിലാക്കിയ വിവരങ്ങൾ വെച്ച് തങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് തയ്യാറാക്കാൻ പുറപ്പെടുന്നു. ശേഷം ഹോളിയെ മുമ്പ് വിസിറ്റ് ചെയ്തിരുന്ന പോലെ അവളുടെ സ്കൂളിലെ ബുള്ളി ചൈൽഡായ ഡെറിക്കിനെയും ഇപ്പോൾ വിസിറ്റ് ചെയ്യുന്ന ഹെൻറിയെയാണ് നമ്മൾ കാണുന്നത്. സോ ഡെറിക് ആണ് ഹെൻറിയുടെ അടുത്ത ടാർഗറ്റ്. അടുത്തതായി നമ്മൾ കാണുന്നത് ഹോളിയെ തന്നെയാണ്. അവളിപ്പോൾ സന്തോഷത്തോടെ ഹെൻറിയുടെ കൂടെ ആ വലിയ ബംഗ്ലാവിൽ താമസിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഹെൻറി അവൾക്ക് വീടിന്റെ ഫുൾ കൺട്രോൾ വിട്ടുകൊടുക്കുകയും ഡെറിക്കിനെ കൂടെ മോൺസ്റ്റേഴ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ അവിടേക്ക് കൊണ്ടുവരുമെന്ന് അവളോട് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് തനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, അതിനായി പുറത്തേക്ക് പോവുകയാണെന്നും ഹോളി ഒരിക്കലും വീടിന് പുറത്തുള്ള ഫോറസ്റ്റിലേക്ക് പോകരുത്, കാരണം അവിടെയാണ് മോൺസ്റ്റേഴ്സ് ഉള്ളത് എന്ന് കൂടി ഹെൻറി അവളെ ധരിപ്പിക്കുന്നു. ഇതിനിടയ്ക്കൊക്കെ തന്നെ അവളുടെ ഇഷ്ടങ്ങൾ ഹെൻറി കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിനനുസരിച്ച് പ്രവർത്തിച്ച് അവളെ വളരെ സാറ്റിസ്ഫൈഡ് ആക്കുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാവും. അതിന്റെ ഭാഗമായി ഹോളിക്ക് ബോർ അടിക്കാതിരിക്കാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ടേപ്പും പ്ലെയറും കൂടെ കൊടുത്തിട്ടാണ് ഹെൻറി പുറത്തേക്ക് പോകുന്നത്. പക്ഷേ ഈ ഹാപ്പി ആൻഡ് പ്ലസന്റ് എക്സ്പീരിയൻസസ് ഒക്കെ തന്നെയും വെഗ്നയുടെ പിടിയിലായി അപ്സൈഡ് ഡൗൺ ഡിമെൻഷനിൽ ട്രാപ്ഡ് ആയിരിക്കുന്ന ഹോളിയുടെ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്സൈഡ് ഡൗണിൽ ആർമി ഇപ്പോൾ വാളിനടുത്ത് എത്തിയിട്ടുണ്ട്. അവർ അവിടെ ആകെ 11നെ തിരയുകയാണ്. ഹോപ്പറും 11ഉം അവർ എത്തുന്നതിന് മുമ്പായി അവിടെയുള്ള ഒരു വുഡൻ ബോർഡിന് പുറകിലായി ഒളിച്ചിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞ മിലിറ്ററി ഡിവൈസിന്റെ പ്രവർത്തനം സൃഷ്ടിച്ച പെയിനിലാണ് 11 ഇപ്പോഴും. കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിയാതെ നിന്ന സോൾജിയേഴ്സിന് പക്ഷേ വാളിൽ നിന്നും ഹോപ്പറിന്റെ നൈഫ് കിട്ടുന്നതോടെ അവർ അടുത്ത് തന്നെ ഉണ്ടെന്ന് ആർമി മനസ്സിലാക്കുന്നു. അവരെ ഒബ്സർവ് ചെയ്യുകയായിരുന്ന ഹോപ്പർ ഇത് മനസ്സിലാക്കി അവർക്ക് നേരെ ഫയർ ചെയ്യുന്നു. പിന്നെ ഒരു ഫുൾ ബ്ലോൺ ഗൺ ഫൈറ്റ് ആണ് നടക്കുന്നത്. അതിനിടെ ഹോപ്പർ ഗ്രനേഡ്സ് കൂടി ഉപയോഗിച്ച് റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വിധത്തിൽ 11നെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആ ഡിവൈസ് വെടിവെച്ച് നശിപ്പിക്കുന്നു. ഇതോടുകൂടി ഫ്രീ ആയ 11 പുറത്തേക്ക് വന്ന് സോൾജിയേഴ്സിനെ ഒറ്റയടിക്ക് വൈപ്പ് ഔട്ട് ചെയ്യുന്നു. സോ തൽക്കാലം അവർ സേഫ് ആണ്. ഇനി നമ്മൾ റിയൽ വേൾഡിലേക്ക് തിരിച്ചു വരികയാണ്. ബാക്കിയുള്ള ടീം മുഴുവൻ ഇപ്പോൾ റേഡിയോ സ്റ്റേഷനിൽ ഒത്തുകൂടിയിട്ടുണ്ട്. വിൽ ഇപ്പോൾ അവർക്ക് ഹൈവ് മൈൻഡിനെ പറ്റിയും താൻ എങ്ങനെ വെഗ്നയുടെ വിക്ടിംസിന്റെ മൈൻഡിൽ എത്തുന്നു എന്നതിനെ പറ്റിയും വെഗ്നയുടെ വിക്ടിംസിനെ താൻ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ പറ്റിയും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഹോളിയുടെ ക്ലാസ്മേറ്റ് ഡെറിക് ആണ് അടുത്ത ടാർഗറ്റ് എന്നും അവൻ അവരെ അറിയിക്കുന്നു. ശേഷം ടീം ഡെറിക്കിന്റെ വീട്ടിലേക്ക് ബ്രേക്ക് ഇൻ ചെയ്ത് ട്രാപ്സ് സെറ്റ് ചെയ്യുന്ന പ്ലാനിലേക്ക് കടക്കുന്നു. ഡെറിക്കിനെ പിടിക്കാൻ എത്തുന്ന ഡെമോഗോർഗനെ ആക്രമിച്ച് അതിന്റെ ദേഹത്ത് ഒരു ട്രാക്കർ ഇംപ്ലാന്റ് ചെയ്യാനാണ് അവരുടെ പ്ലാൻ. ഇഞ്ചേർഡ് ആയ ഡെമോഗോർഗൻ തിരികെ അപ്സൈഡ് ഡൗണിലേക്ക്, സ്പെസിഫിക്കലി വെഗ്നയുടെ തന്നെ അടുത്തേക്കാവും പോവുക എന്നും അങ്ങനെ അതിനെ ട്രാക്ക് ചെയ്ത് വെഗ്നയുടെ ലൊക്കേഷൻ മനസ്സിലാക്കാം എന്നുമാണ് അവരുടെ കണക്കുകൂട്ടൽ. വീണ്ടും നമ്മൾ ഹോളിയിലേക്ക് തിരിച്ചു പോകുന്നു. അവൾ ഹെൻറിയുടെ ഫാന്റസി ബംഗ്ലാവിൽ കേക്ക്സ് ബേക്ക് ചെയ്തും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും എൻജോയ് ചെയ്യുകയാണ്. പെട്ടെന്ന് വാതിലിൽ ആരും നോക്ക് ചെയ്യുന്നതായി അവൾ ശ്രദ്ധിക്കുന്നു. അല്പം മടിച്ചു ഹോളി ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. പക്ഷെ മെയിൽ ബോക്സിൽ നിന്നും അവൾക്കൊരു ലെറ്റർ കിട്ടുന്നു. തനിക്ക് അവളുടെ സഹായം വേണമെന്നും എക്സ് എന്ന് മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് അവൾ എത്തണമെന്നും ഹെൻറിയുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിരിക്കുന്ന ഒരു ലെറ്റർ ആണത്. ലെറ്ററിനൊപ്പം തന്നെ ഒരു മാപ്പും കോമ്പസും കൂടെ ഉണ്ട്. പക്ഷെ അതിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം ഹെൻറി പോകരുത് എന്ന് തന്നെ വോൺ ചെയ്തിട്ടുള്ള ഫോറസ്റ്റിനും അപ്പുറമായതിനാൽ ഹോളിക്ക് അല്പം ഭയം തോന്നുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു നിൽക്കുന്ന ഹോളിയിൽ നിന്നും സീൻ ഷിഫ്റ്റ് ചെയ്യുന്നത്
അപ്സൈഡ് ഡൗണിൽ വാളിനടുത്തേക്ക് എത്തി ഹോപ്പറിനും 11നും വേണ്ടിയുള്ള സെർച്ച് തുടരുന്ന മിലിറ്ററി ബാക്കപ്പ് പാർട്ടിയിലേക്കാണ്. അവിടെ നിന്ന് കുറച്ചു ദൂരം മാറി മുമ്പ് വന്ന സോൾജിയേഴ്സിൽ നിന്നും പ്രധാനപ്പെട്ട ഒരാളെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒളിച്ചിരിക്കുന്ന ഹോപ്പറിനെയും 11നെയും കൂടി നമുക്ക് കാണാം. ഈ പിടിച്ചു വെച്ചിരിക്കുന്ന സോൾജിയറിൽ നിന്നും ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഹോപ്പർ. അയാൾ സംസാരിക്കാൻ തയ്യാറല്ല. സോ 11 അയാളുടെ മൈൻഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതുവഴി ഡോക്ടർ കെയെ പറ്റി മനസ്സിലാക്കുന്ന അവൾ ഒരു സീൽഡ് സീക്രട്ട് ഡോർ കൂടെ അയാളുടെ മെമ്മറിയിൽ കാണുന്നു. പക്ഷെ ആ ഡോർ തുറന്നു കാണാൻ ശ്രമിക്കവേ അവൾ ഷോക്ക് ഏറ്റതുപോലെ മെമ്മറിയിൽ നിന്നും സ്നാപ്പ് ഔട്ട് ആയി പോകുന്നു. ആ സീൽഡ് ഡോർ വെക്നയുമായി കണക്റ്റഡ് ആയിരിക്കാമെന്നും മിലിറ്ററി അവനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുകയാവാം എന്നുമാണ് 11 അനുമാനിക്കുന്നത്. റിയൽ വേൾഡിൽ ഇപ്പോൾ മൈക്കും ലൂക്കസിന്റെ സിസ്റ്റർ എറിക്കയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എറിക്ക ഡെറിക്കിന്റെ സിസ്റ്ററിന്റെ ഫ്രണ്ട് ആയതിനാൽ ആ കണക്ഷൻ ഉപയോഗിച്ച് തങ്ങൾക്ക് വീട്ടിലേക്ക് കടന്നു കയറാൻ സഹായിക്കാനും തങ്ങളുടെ ബാക്കി പ്ലാൻസിൽ അസിസ്റ്റ് ചെയ്യാനും എറിക്കയുടെ ഹെൽപ്പ് ചോദിക്കാനാണ് അവർ എത്തിയിരിക്കുന്നത്. ഒരു ചെറിയ പെർസ്വേഷനും കൺവിൻസിങ്ങിന് ശേഷം എറിക്ക ഇതിന് സമ്മതിക്കുന്നു. അതേസമയം റോബിനും വില്ല് ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നു. അവർക്ക് അവിടെ നിന്നും കുറച്ചധികം സ്ലീപ്പിംഗ് പിൽസ് അടിച്ചു മാറ്റേണ്ടതുണ്ട്. എറിക്ക വഴി ഈ സ്ലീപ്പിംഗ് പിൽസ് ഫുഡിൽ കലർത്തി ഡെറിക്കിന്റെ ഫാമിലിയെ ബോധം കെടുത്തി അവരെ വീട്ടിൽ നിന്നും സേഫ് ആയ മറ്റൊരിടത്തേക്ക് മാറ്റുകയും ശേഷം ഡെമോഗോർഗൺ അവിടെ എത്തുമ്പോൾ മുൻപ് പറഞ്ഞ പോലെ അതിനെ അറ്റാക്ക് ചെയ്യുകയും ആവാം എന്നാണ് ടീം പദ്ധതിയിട്ടിരിക്കുന്നത്. ഒപ്പം ഈ അറ്റാക്ക് നടത്താനും ഡെറിക്കിന്റെ വീട്ടിൽ ട്രാപ്സ് സെറ്റ് ചെയ്യാനും ആവശ്യമായ ടൂൾസും കൊണ്ട് മുറയും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ശേഷം ഡസ്റ്റിൻ റേഡിയോ വാനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാക്കിംഗ് ഡിവൈസ് അതിൽ നിന്ന് ഡിസ്മാന്റിൽ ചെയ്ത് സ്റ്റീവിന്റെ എതിർപ്പുകൾ അവഗണിച്ച് അവന്റെ കാറിൽ ഫിറ്റ് ചെയ്യുന്നു. സ്റ്റീവിന്റെ കാർ വളരെ ഫാസ്റ്റ് ആയതിനാൽ അവർക്ക് ഡെമോഗോർഗനെ ട്രാക്ക് ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും എന്നതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ഷോർട്ട് ഗൺ ബുള്ളറ്റ്സിന്റെ ഉള്ളിലേക്ക് ട്രാക്കേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്ന നാൻസിയെയും അവളെ ഹെൽപ്പ് ചെയ്യുന്ന ജോനത്തിനെയും മുറയെയും നമുക്ക് കാണാം. ഈ ബുള്ളറ്റ്സ് ഡെമോഗോർഗനെ ഹിറ്റ് ചെയ്യുമ്പോൾ ട്രാക്കേഴ്സ് അതിന്റെ ബോഡിയിലേക്ക് എംബഡ് ആവുകയും അതുവഴി അവർക്ക് അതിനെ ട്രാക്ക് ചെയ്ത് വെക്നയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യാം. അവർ ഈ ബുള്ളറ്റ്സ് ഷൂട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പുറത്തേക്ക് പോകുന്നതിനിടെയുള്ള ജോനത്തിന്റെയും മുറയുടെയും കോൺവെർസേഷനിൽ നിന്നും ജോനത്തൻ നാൻസിയെ പ്രപ്പോസ് ചെയ്യാനായി ഒരു റിംഗ് കരുതി വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണുന്നു. സോ ബൈ ദ എൻഡ് ഓഫ് ദി സ്റ്റോറി രണ്ടുപേരും ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ ആ പ്രപ്പോസൽ സീൻ കൂടി നമുക്ക് കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. അതേസമയം ഹെൻറിയെ ഹെൽപ്പ് ചെയ്യാൻ ഫോറസ്റ്റിലൂടെ മാപ്പിൽ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ തന്നെ ഹോളി തീരുമാനിക്കുന്നു. അവൾ വീട്ടിൽ നിന്നും യാത്രയ്ക്ക് ഉപയോഗിക്കേണ്ട ഹെൻറിയുടെ ചില സാധനങ്ങൾ കൂടി എടുത്ത് അവിടേക്ക് പോകുന്നു. അടുത്ത് കാണുന്ന സംഭവങ്ങൾ ഡെറിക്കിന്റെ വീട്ടിലാണ്. എറിക്ക അവിടേക്ക് എത്തി ഡെറിക്കിനും ഫാമിലിക്കും സ്ലീപ്പിംഗ് പിൽസ് മിക്സ് ചെയ്തിട്ടുള്ള പൈ നൽകുന്നു. ബാക്കിയുള്ള ടീം ഇപ്പോൾ പുറത്തുനിന്നും വീട്ടിലെ പ്രോഗ്രസ് ഒബ്സർവ് ചെയ്യുകയാണ്. ഡെറിക്കും മറ്റു ഫാമിലി മെമ്പേഴ്സും പൈ കഴിച്ച് അൺകോൺഷ്യസ് ആവുന്നെങ്കിലും ഡെറിക്കിന്റെ സിസ്റ്റർ അത് കഴിക്കാൻ വിസമ്മതിക്കുന്നതിനാൽ എറിക്കയ്ക്ക് അവളെ ഒരു മൈൽഡ് അനസ്തെറ്റിക് ഇഞ്ചെക്ട് ചെയ്ത് ബോധം കെടുത്തേണ്ടി വരുന്നു. ശേഷം ടീം മെമ്പേഴ്സിൽ ഒരു കൂട്ടർ മുഴുവൻ ഫാമിലിയെയും വാനിൽ കയറ്റി അവരെ സിറ്റിക്ക് പുറത്തുള്ള ഒരു ഫാം ഹൗസിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് ഡെറിക്കിന്റെ വീട്ടിൽ തന്നെ നിന്ന് അവിടെ പ്ലാൻ പ്രകാരമുള്ള ട്രാപ്സ് സെറ്റ് ചെയ്യുന്നു. ഫാം ഹൗസിൽ വില്ലും ജോയ്സും തമ്മിലുള്ള ഒരു ലവബിൾ മൊമെന്റ് നമുക്ക് കാണാൻ കഴിയും. രാവിലത്തെ തന്റെ റൂഡായ പെരുമാറ്റത്തിന് വിൽ അമ്മയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള പിണക്കം സോൾവ് ചെയ്യുന്നു. പിന്നീട് അധികം താമസിയാതെ അവർ കാത്തിരുന്ന ആ ഡെമോഗോർഗൺ ഡെറിക്കിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ നമ്മുടെ ടീം ഫുള്ളി പ്രിപ്പയർഡ് ആണ്. ലൂക്കസ് ആണ് ആദ്യം അറ്റാക്ക് തുടങ്ങുന്നത്. തുടർന്ന് മൈക്ക് ആ മോൺസ്റ്ററിനെ വീടിനുള്ളിലെ മുള്ളുകമ്പികൾ നിറഞ്ഞ ഒരു വലിയ കുഴിയിലേക്ക് തള്ളിയിടുന്നു. ജോനത്തൻ അതിനെ പെട്രോളിൽ കുളിപ്പിച്ച് അതിന്റെ ദേഹത്ത് തീ കൊളുത്തുന്നു. ഡെമോഗോർഗൺ തീയിൽ നിന്ന് പുളയുന്നതിനിടെ നാൻസി അതിനെ ഷൂട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ശരീരത്തിൽ അവരുടെ ട്രാക്കർ എംബഡ് ചെയ്യുന്നു. ദേഹത്തെ തീയോടുകൂടി തന്നെ ഡെമോഗോർഗൺ അവിടെ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ സ്റ്റീവ്, ജോനത്തൻ, ഡസ്റ്റിൻ, നാൻസി എന്നിവർ കാറിൽ അതിനെ ചേസ് ചെയ്യുന്നു. പക്ഷെ അത് തിരികെ അപ്സൈഡ് ഡൗണിലേക്കല്ല പോകുന്നത്. അൺകോൺഷ്യസ് ആയിരുന്ന ഡെറിക് ഇപ്പോൾ ഉണർന്ന് അവൻ എവിടെയാണെന്ന് കണ്ടതോടെ വെക്നയും അതുവഴി ഡെമോഗോർഗണും അവന്റെ ലൊക്കേഷൻ മനസ്സിലാക്കി കഴിഞ്ഞെന്ന് വിൽ ടീമിനോട് പറയുന്നു. സോ ഫാം ഹൗസിലേക്കാണ് ഡെമോഗോർഗൺ ഇപ്പോൾ വരുന്നത്. അതിനെ നേരിടാൻ അവർ തയ്യാറെടുക്കുന്നതിന്റെ ടെൻഷൻ അവിടെ നിലനിർത്തിക്കൊണ്ട് സീൻ ഹോളിയുടെ ആക്ടിവിറ്റീസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അവൾ ഇപ്പോൾ ഫോറസ്റ്റ് ക്രോസ് ചെയ്ത് മാപ്പിൽ മാർക്ക് ചെയ്ത സ്പോട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ അവൾക്ക് മുന്നിൽ കുറെ പാറക്കെട്ടുകളും അതിനിടയിലെ ചെറിയ ഗുഹകളുമാണ്. മോൺസ്റ്റേഴ്സിനെ പറ്റി മനസ്സിലൊരു പേടിയോടുകൂടി നിൽക്കുന്ന ഹോളി പെട്ടെന്ന് റോക്സിനിടയിൽ ആരുടെയോ മൂവ്മെന്റ് കണ്ട് ഞെട്ടുന്നു. ഭയന്നു പോയ അവൾ കാട്ടിലൂടെ തന്നെ തിരികെ ഹെൻറിയുടെ വീട്ടിലേക്ക് ഓടുന്നു. ഇടയ്ക്ക് തന്നെ ആരോ ചേസ് ചെയ്യുന്നതായി തോന്നി ഒളിച്ചിരിക്കുന്ന അവൾക്ക് മുന്നിലേക്ക് ആ പിന്തുടർന്ന് വന്ന ആൾ എത്തി നിൽക്കുന്നു. ഇവിടെ ഹോളിയെക്കാളും ആ വ്യക്തിയെ കണ്ട് ഞെട്ടുന്നത് നമ്മളാണ്. അത് മോൺസ്റ്റേഴ്സോ വെക്നയോ 11 ഒന്നുമല്ല. കോമയിൽ കിടക്കുന്നതായി നമുക്കറിയാവുന്ന മാക്സ് ആണ് ഈ വന്ന് നിൽക്കുന്നത്. സോ സീസൺ 5 ആദ്യ 2 എപ്പിസോഡ്സിന്റെയും പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് ഗംഭീരമായ മറ്റൊരു ക്ലിഫ് ഹാങ്ങറോടെ തന്നെയാണ് ചാപ്റ്റർ 3 ദ ടേൺ ബൗട്ട് ട്രാപ്പ് എന്ന 3rd എപ്പിസോഡ് നിർത്തുന്നത്. ഓരോ എപ്പിസോഡ്സും
തൊട്ടു മുന്നേ വന്നതിനേക്കാൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ആൻഡ് അടുത്തതായി നമ്മൾ നോക്കുന്ന എപ്പിസോഡ് 4ഉം ഈ പതിവ് ഒട്ടും തെറ്റിച്ചിട്ടില്ല. സോ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയുമായി എത്രയും വേഗം കാണാം. അതുവരെ ബൈ.